Hi friends, welcome back. 11 5G ബാൻഡുകൾ അടങ്ങുന്ന നല്ല കിടിലം 5G ഫോൺ. നല്ല സ്മൂത്ത് ആയ പെർഫോമൻസ് ഉണ്ട്. 5000 mAh ബാറ്ററി വിത്ത് ഫാസ്റ്റ് ചാർജ്. സാംസങ് എന്ന ബ്രാൻഡ് 12999 രൂപ എന്ന് പറയുന്ന നല്ല ഒന്നാം തരം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു ഉഗ്രൻ സാംസങ് ഫോണാണെന്നല്ലേ തോന്നുക? യെസ്, അങ്ങനെ തന്നെയാണ് തോന്നുക. ഇത്രയും നല്ല പ്രൊസസ്സർ, ഈ പ്രൈസിൽ 5G ഫോൺ, 11 5G ബാൻഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ബാറ്ററി, ചാർജർ അടക്കം എല്ലാം കേൾക്കുമ്പോൾ ഒരു ഉഗ്രൻ സാംസങ് ഫോൺ എന്ന് പറയാം അല്ലേ? കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ M13 5G. ഒരെണ്ണമല്ല, 2 എണ്ണം യൂസ് ചെയ്തിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ കണ്ടു നോക്കുക, നിങ്ങൾക്ക് പറ്റിയ ഫോൺ ആണോ എന്നുള്ളത് തീരുമാനിക്കുക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. സോ അപ്പോൾ ഈ കാണുന്നതാണ് സാംസങ്ങിൻ്റെ സ്റ്റാർഡസ്റ്റ് ബ്രൗൺ എന്ന കളറുള്ള M13 5G. മറ്റൊരു കളർ കൂടിയുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അക്വ ഗ്രീൻ ആണിത്. ഇതിന് ബ്ലൂ എന്ന മറ്റൊരു കളർ കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ബ്ലൂവും സെലക്ട് ചെയ്യാം. സോ ടോട്ടലി 3 കളർ വരുന്നുണ്ട്. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയ ഒരു ഡിസൈൻ ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ബോഡിയാണ് റിയർ സൈഡിൽ. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ M13 5G കൊടുത്തിട്ടുണ്ട്. ഇത് M13 സീരീസ് ആണ്. പിന്നെ ഈ മോഡൽ M13 5G ആണ്. ഇതിന് M13 എന്ന ഒരു മോഡൽ കൂടിയുണ്ട്. അത് 4G വേരിയന്റ് ആണ്, 5G അല്ല. സോ അതിന് നിങ്ങൾക്ക് M13 എന്ന് വിളിക്കാം. ഇത് M13 5G. താഴത്തെ സൈഡിൽ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ടും, മെയിൻ മൈക്രോഫോൺ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണുകളും കാണാം. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ്. 1 TB വരെ മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ. റിയർ സൈഡിൽ ക്യാമറ മോഡ്യൂൾ, സാംസങ് ബ്രാൻഡിംഗ്, പിന്നെ 6.5 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ. സോ ഇങ്ങനെയാണ് ഈ ഒരു ഫോണിന്റെ ഓവർവ്യൂ. ഓവറോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു സാംസങ് ഫോൺ. ഇതിന്റെ ബോക്സിൽ ചാർജർ ഉണ്ട് കേട്ടോ. സാംസങ് ഏടെയായിട്ട് ചാർജറൊക്കെ മാറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതാ 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ടൈപ്പ് സി കേബിളും ബോക്സിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഈ ബോക്സിൽ സിം ടൂളും അതേപോലെ തന്നെ കുറച്ച് ഡോക്യുമെന്റേഷനും കാര്യങ്ങളും വേറെയുണ്ട്. സോ മൊത്തത്തിൽ കാണാൻ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 10 രൂപ താഴെയുള്ളൊരു ഫോണിന്റെ ഒരു ഫീലാണത് മൊത്തത്തിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ കാണാനുള്ള ഇഷ്ടം അവനവന്റെ കണ്ണിലാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കുമല്ലോ ഇഷ്ടം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇനി ഇതിന്റെ പെർഫോമൻസ് ഒരു ഹൈലൈറ്റ് ആയ ഘടകമാണ്. വളരെ സ്മൂത്ത് ആണ്. 1 UI കോർ ആണ് ഇതിൽ വരുന്നത്. നോർമൽ 1 UI അല്ല, 1 UI കോർ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ Dimensity 700 എന്ന പ്രൊസസ്സറാണ്. ഈ പ്രൈസിന് ഈ പ്രൊസസ്സർ ഓക്കെ ആണ്. ഇത് ഇത്ര സന്തോഷത്തോടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റ് പല ബ്രാൻഡുകളും ഒരു പ്രൊസസ്സർ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുമ്പോൾ സാംസങ്ങിൽ അതേ പ്രൊസസ്സർ കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ട അവസ്ഥയാണ് പൊതുവേ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. മറ്റുള്ള ബ്രാൻഡുകൾ കൊടുക്കുന്ന അതേപോലെ കോമ്പറ്റീറ്റീവായ ഒരു പ്രൊസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പ്രൈസിന് ഈ പ്രൊസസ്സർ വർത്താണ്. 5G പ്രൊസസ്സറാണ്, 5G ഫോണാണ്. 11 5G ബാൻഡുകളും ഇപ്പം നമുക്ക് നോർമലി വരും. ഈ ഒരു റേഞ്ചിൽ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ കുറേ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ ലാഗ് ആവാൻ തുടങ്ങുന്നൊരു ധാരണ പൊതുവെ ആൾക്കാർക്കുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫോൺ എംബാർഗോ ഡേറ്റിൽ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യുന്നില്ല, യൂസ് ചെയ്തതിന് ശേഷമേ ചെയ്യുമെന്ന്. ഈ ഫോൺ അല്ല ഞാൻ യൂസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫ്രഷ് കണ്ടീഷനിൽ വെച്ചതാണ്. ഞാൻ യൂസ് ചെയ്തത് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് എൻ്റെ ഫോണിൽ ഞാൻ നോർമലായിട്ട് ഉപയോഗിച്ച് വരുന്ന എല്ലാ ആപ്ലിക്കേഷനും ഞാൻ കുത്തി നിറച്ചിട്ടുണ്ട്. എല്ലാം ഈ 4 ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു യൂസേജിന് ശേഷം വളരെ സ്മൂത്താണ്. യാതൊരു ലാഗും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടോ, എല്ലാ ഭാഗങ്ങളും ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് സ്മൂത്താണ്, പ്രശ്നമില്ല. Dimensity 700 എന്ന പ്രൊസസ്സർ അത്യാവശ്യം നല്ല കേപ്പബിൾ ആയ പ്രൊസസ്സറാണ്. അതിന്റെ പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതിൽ RAM പ്ലസ് കൂടിയുണ്ട്. ഇത് 6GB റാമിന്റെ വേരിയന്റ് ആണ്. 6GB 128. ഇതിലൊരു 6GB കൂടി നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം RAM പ്ലസ് വഴി. സോ അതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് കിട്ടും. അത് വലിയൊരു അളവിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം. എങ്കിലും ഉള്ള ലെവലിലൊക്കെ നമുക്ക് അതും യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടോട്ടലി ഈ രീതിയിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി ഇതിന്റെ ഗെയിമിംഗ് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല. സബ്വേ സർഫറൊക്കെ ഇതുപോലെ മിന്നൽ വേഗത്തിൽ നമുക്ക് നൈസായിട്ട് കളിക്കാം, ഒരു പ്രശ്നവുമില്ല. BGMയിലേക്ക് വന്നു കഴിഞ്ഞാൽ Dimensity 700 എന്ന പ്രൊസസ്സറാണ്. ഇത് വെച്ചുകൊണ്ട് ഇതിനു മുമ്പ് ധാരാളം ഫോണുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ കളിക്കാവുന്ന പോലെ തന്നെ സ്മൂത്ത് അൾട്രയിൽ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് കളിക്കാം. അതിനും ഇഷ്യൂസ് ഇല്ല. പെർഫോമൻസിൽ Exynos 850 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് M13 ഇരിക്കുന്നത്, അതായത് 4G വേരിയന്റിൽ. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ്. പിന്നെ M13 4Gയിലും RAM പ്ലസ് ഒക്കെ വരുന്നുണ്ട്, മറക്കണ്ട. 5000 mAh ബാറ്ററിക്ക് 15 വാട്ടിന്റെ ചാർജിംഗ് ആണ്. ബാറ്ററി ലൈഫിൽ യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. കാരണം HD+ ഡിസ്പ്ലേ ഒക്കെയാണ് വരുന്നത്. അഡാപ്റ്റീവ് 90 Hz ഡിസ്പ്ലേ ആണ്. 90 Hz ആണ്, പക്ഷെ അഡാപ്റ്റീവ് ആണ്. ആവശ്യമുള്ളപ്പോൾ മാത്രമേ 90 Hzലേക്ക് വരുള്ളൂ. അല്ലാത്തപ്പോൾ നോർമൽ 60 Hz നിൽക്കും. സോ ബാറ്ററി ലൈഫിൽ ഇഷ്യൂസ് ഇല്ല. ബാറ്ററിയിലും M13 4Gയിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ഇത്തിരി കൂടി കൂടുതൽ ബാറ്ററി ലൈഫ് ഒക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ 5G മാറ്റി വെച്ചിട്ട് 4G എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയ സെറ്റപ്പ് അവിടെ നിങ്ങൾക്ക് കിട്ടും.
പിന്നെ ഇതിനിടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിന്റെ പെർഫോമൻസ്. യാതൊരു ലാഗും കാര്യങ്ങളുമില്ല. അതൊക്കെ പക്ക സ്മൂത്ത് ആണ്. ഫേസ് അൺലോക്കും വളരെ സ്മൂത്ത് ആയിട്ട് നൈസായിട്ടും വർക്ക് ചെയ്യുന്നു. ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഫോണിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫേസ് അൺലോക്ക് ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്, സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേ നോക്കിയാൽ ഡിസ്പ്ലേ വന്നിട്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. 90 ഹെർട്സിന്റെ നല്ല ക്വാളിറ്റി LCD ഡിസ്പ്ലേ ആണ്. ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും സാംസങ്ങിന്റെ AMOLED ഡിസ്പ്ലേ മിസ് ചെയ്യും. നിങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പോരായ്മയായിട്ട് ഇവിടെ കാണാവുന്നതാണ്. 6.5 ഇഞ്ച് വരുന്ന HD+ LCD ഡിസ്പ്ലേ ആണ്. സോ HD+, അതും നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ വഴിയില്ല. പക്ഷെ എന്നാലും ഇതാണ് ഇതിന്റെ ഒരു സ്പെക്ക്. ഒരു ഫുൾ HD ഒക്കെ കൊടുക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. നോച്ച് ഡിസൈൻ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? താഴെയുള്ള ചിഹ്നും കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടുതലാണ് ഓവറോൾ. ബട്ട് ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ വലിയ അപാകതകളൊന്നുമില്ല. സോ ഓവറോൾ വെരി ഗുഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. എന്നാലും സാംസങ്ങിന്റെ മുമ്പത്തെ ചില ഫോണുകൾ, ഇതേ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളുടെ ഡിസ്പ്ലേയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര കണ്ടൊരു നിലവാരമുള്ള ഡിസ്പ്ലേ ആയിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് ഫ്രാങ്ക് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ. അതേപോലെ മൊത്തത്തിൽ കാണാനുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു 13,000 രൂപയുടെ ഒരു ഫോണിന്റെ ഒരു പവറും തോന്നിയില്ല. ഒരു 10 രൂപ താഴേക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇതിന്റെ ഫ്രണ്ട് ഡിസൈൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതാണ് ഡിസ്പ്ലേയുടെ ഭാഗത്തിൽ ഓവറോൾ തോന്നിയ കാര്യം. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. Widevine L1 സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് HD കണ്ടന്റുകൾക്ക് സ്ട്രീം ചെയ്ത് കാണാം. യൂട്യൂബിലേക്ക് നോക്കിയാൽ 1440 പിക്സൽ വരെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുമെന്നൊരു ഓപ്ഷൻ വരും. പക്ഷെ ആ ഒരു സെക്ഷനിലിട്ടാൽ അത് ഇത്തിരി പതുക്കിയൊക്കെ വരുള്ളൂ. നിങ്ങളിവിടെ കാണുന്ന പോലെ സ്മൂത്ത് ആയിട്ട് വർക്കണമെങ്കിൽ ഫുൾ HD വരെ ഇട്ടാൽ മതി, നൈസായിട്ട് കാണാം. ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല. വ്യൂയിങ് ആംഗിൾസ് ഒക്കെ പക്കയാണ്. നല്ല ബ്രൈറ്റ് ആയ ഡീസന്റ് ആയ ഡിസ്പ്ലേ ആണ്. ഇത് M13 5Gയുടെ കാര്യമാണ്. നിങ്ങൾക്ക് M13 മതിയെങ്കിൽ, അതായത് ആ 4G വേരിയന്റ് മതിയെങ്കിൽ അതിൽ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD കിട്ടും. സോ നിങ്ങൾക്ക് 5G ഇപ്പോൾ ആവശ്യമില്ലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ 4Gയിലേക്ക് നോക്കിക്കോളൂ. ഇത് M13 സീരീസിലെ കുറച്ച് ബെറ്റർ ആയ ഡിസ്പ്ലേ സെറ്റപ്പ് അതിലാണെന്ന് പറയാം. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. റിസൾട്ട് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് പറയാം എൻ്റെ അഭിപ്രായം. മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. എങ്ങനെയുണ്ട്? ഇത് മൊത്തത്തിൽ ക്ലൗഡി ആയ ഒരു സിറ്റുവേഷൻ ആണ്. വലിയ വെയിലൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ മൊത്തത്തിൽ കേരളത്തിൽ ഇങ്ങനെയാണല്ലോ അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ഈ ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്വാളിറ്റി മതിയോ എന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. അതിന്റെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഈ ഒരു വിലയ്ക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ഇതാണെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്, നിങ്ങളിത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. മെയിൻ ക്യാമറ ഫുൾ HD ആണ്. മാക്സിമം റെക്കോർഡിംഗ് റെസൊല്യൂഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരു സംഭവം എന്താണെന്ന് പോലും ഈ ഒരു ഫോണിന് അറിയില്ല. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണൽ ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. സോ മൊത്തത്തിൽ ക്യാമറ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 മെഗാ പിക്സൽ എന്നുള്ളത് ഒരു 10-12 ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ സെൽഫി. പിന്നെ ഓവറോൾ ക്വാളിറ്റി വലിയ കുഴപ്പമൊന്നുമില്ല. ആ സ്റ്റെബിലൈസേഷനൊക്കെ കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാമായിരുന്നു. ഈ ഒരു വിലയ്ക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ ഓവറോൾ വലിയ കുഴപ്പമില്ല. വേണമെങ്കിൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. നിങ്ങൾ എങ്ങനെയാണ്? ഓക്കെ പറയുന്നുണ്ടോ? അതോ ഞാൻ വിചാരിക്കുന്ന പോലെ കുറച്ചും കൂടി ഒന്ന് നന്നാവണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഇതിന്റെ മെയിൻ ക്യാമറയുടെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷണറിലെ വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? ഇതിന്റെ സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ഓഡിയോ ക്വാളിറ്റിയും കേട്ട് മനസ്സിലാക്കാം. ഓവറോൾ കുഴപ്പമില്ലല്ലേ? ഇതിന്റെ ഇമേജ് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നപ്പോൾ ഇത്തിരി സാച്ചുറേഷൻ കൂടുതൽ കണ്ടു. ബട്ട് വീഡിയോ വലിയ കുഴപ്പമില്ലെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ക്യാമറയിൽ M13 5Gയുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. 4G ആണെങ്കിൽ അവിടെ ഒരു 5 MP വൈഡ് ആംഗിൾ ക്യാമറ കൂടി നമുക്ക് മെയിൻ ക്യാമറ സെറ്റപ്പിലുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. സോ ബെറ്റർ ആയ ഒരു ക്യാമറ സ്പെക്ക് അവിടെയുണ്ട് 4G വേരിയന്റിൽ. സോ അതൊന്ന് മൈൻഡിൽ വെച്ചോളൂ. സോ ഫൈനലി ഈ ഒരു ഫോണിൽ ആർക്കുള്ളതാണ്, എങ്ങനെയുണ്ട്, എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു സാംസങ് ഫോൺ എടുക്കണം. നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ബാറ്ററി ലൈഫ് ഉള്ള, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയ്ക്കുള്ള നല്ലൊരു സാംസങ് ഫോൺ എടുക്കണം. അതൊരു 5G ഫോൺ ആയിരിക്കുകയും വേണം. ഈ വിലയ്ക്ക് കിട്ടുകയും വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് കിട്ടാവുന്ന നല്ല ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ ചില പോരായ്മകളുണ്ട്. അത് നമ്മൾ ഓരോ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്നിട്ടത് അത് വീണ്ടും ഒന്നുകൂടി കണ്ടോ വേണമെങ്കിൽ അത് കണ്ട് നിങ്ങൾക്ക് ആ പോരായ്മകൾ കുഴപ്പമില്ല, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു നല്ല ഫോണായിരിക്കാം. 12,999 ഇപ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പ്രൈസ്. ICIC കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 12,999 23-ാം തീയതി നിങ്ങൾക്കിത് വാങ്ങിക്കാൻ സാധിക്കും ICIC കാർഡിൽ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 13,999 ഇതിൻ്റെ 4GB റാമിൻ്റെ പ്രൈസ് വരുന്നത്. സോ അത്രയുമാണ് M13 സീരീസിൻ്റെ ഒരു വീഡിയോ. ഞാൻ യൂസ് ചെയ്തതിൽ നിന്നും തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കേട്ടതിൽ നിന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ കുറിച്ച് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.